So welcome back to Leap. Here is the first question. See, recently trending ആയിട്ട് നിൽക്കുന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് NATO എന്ന് പറയുന്നത്, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. യൂഷ്വലി ഇന്ത്യയുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇന്ത്യ മെമ്പറായിട്ടുള്ള എന്ത് ഓർഗനൈസേഷൻ ഉണ്ടെങ്കിലും നമ്മളത് ശ്രദ്ധിച്ചു വെക്കണം. ബിക്കോസ് പ്രിലിംസിൽ ആ ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള വലിയ സാധ്യതയുണ്ട്. കാരണം പ്രീവിയസ് ഇയേഴ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് തവണ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ടൈപ്പ് തന്നെ ഓൾറെഡി ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ടൈപ്പ് ഇങ്ങനെ തന്നെ സെയിം പാറ്റേണിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ട് മറ്റൊരു ഓർഗനൈസേഷനെ കുറിച്ചിട്ട്. അതുകൊണ്ടാണ് ആ സെയിം പാറ്റേണിൽ നേറ്റോയെ കുറിച്ച് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നോക്കൂ, ഇൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഗ്രൂപ്പ്സ് ആർ ഓൾ ദി 4 കൺട്രീസ് മെമ്പേഴ്സ് ഓഫ് നേറ്റോ? അതായത് 4 രാജ്യങ്ങളുടെ പേരുള്ള ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതിനകത്ത് 4 രാജ്യങ്ങളും നേറ്റോ മെമ്പറായിട്ടുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അത് ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, സോ ഇവിടെ നേറ്റോയുടെ എല്ലാ മെമ്പേഴ്സിനെയും പഠിച്ചു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ബിക്കോസ് നേറ്റോയ്ക്ക് 32 മെമ്പേഴ്സ് ഉണ്ട്. ഈ 32 മെമ്പേഴ്സിൻ്റെയും പേര് പഠിച്ചു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ലെങ്കിൽ കൂടെയും, പക്ഷേ അതിൻ്റെ ബേസിക്സ് നമ്മളൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഈസിലി പഠിച്ചു വെക്കാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ബിക്കോസ് ഔട്ട് ഓഫ് ദി 30 ആർ ഫ്രം യൂറോപ്പ്. യൂറോപ്പിൽ നിന്നാണ് 30 മെമ്പേഴ്സ് ഉള്ളത്. അതിന് 2 ആർ ഫ്രം നോർത്ത് അമേരിക്ക. അതായത് 32 മെമ്പർ കൺട്രീസിൽ 30 എണ്ണം യൂറോപ്പിൽ നിന്നും 2 എണ്ണം നോർത്ത് അമേരിക്കയിൽ നിന്നുമാണ് ഉള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാമെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. UPSC നമ്മളിൽ നിന്ന് ഇങ്ങനത്തെ കാര്യങ്ങളെ ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ. അല്ല 32 മെമ്പർ കൺട്രീസിനെ പേര് പഠിച്ചു വെക്കുക എന്നതിനപ്പുറത്തേക്ക് നേറ്റോയുടെ ബേസിക് കാര്യങ്ങൾ അറിയണം. ബേസിക് അറിയുമ്പോൾ 30 യൂറോപ്യൻ നേഷൻസും 2 നോർത്ത് അമേരിക്കൻ നേഷൻസുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കും. ഇനി നമുക്ക് ഓപ്ഷൻസിലേക്ക് പോകാൻ നോക്കൂ. ടർക്കി, കാനഡ, യുണൈറ്റഡ് കിങ്ഡം ആൻഡ് മൊറോക്കോ. മൊറോക്കോ അവിടെ കിടക്കുന്നു. മൊറോക്കോ ഈസ് എൻ ആഫ്രിക്കൻ കൺട്രി. സോ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സ്വീഡൻ, പോളണ്ട്, ടർക്കി, പോർച്ചുഗൽ എല്ലാം യൂറോപ്യൻ നേഷൻസാ. സോ നമുക്കത് അവിടെ വെക്കാം ബാക്കിയായിട്ട്. നെക്സ്റ്റ് വൺ, കാനഡ, അർമീനിയ, സ്പെയിൻ ആൻഡ് ഫ്രാൻസ്. അർമീനിയ നമുക്ക് എടുക്കണം. ബിക്കോസ് അർമീനിയയുടെ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ നോക്കുക. ഇറ്റ്സ് ക്ലോസർ ടു റഷ്യ അല്ലേ? റഷ്യയുമായിട്ടുള്ള പ്രോക്സിമിറ്റി അർമേനിയയെ എന്താണ് നേറ്റോ മെമ്പർ ആവുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കും. എങ്ങനെ നമുക്കത് പറയാം? ഇത് മറ്റൊരു രീതിയിലൊരു ന്യൂസ് നമുക്ക് അനാലിസിസ് നടത്തണം. ഇപ്പൊ റഷ്യ യുക്രൈൻ വാർ ഉണ്ടായിരിക്കുന്നത് എന്തിനാണ്? യുക്രൈൻ നേറ്റോ മെമ്പർഷിപ്പ് എടുക്കാൻ പോയപ്പോഴാണ് റഷ്യ വന്ന് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. സോ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചുറ്റുപാട്ടത്തുള്ള ഒരു രാജ്യവും നേറ്റോ മെമ്പർ ആവാൻ അവർ താല്പര്യപ്പെടുന്നില്ല. ബിക്കോസ് നേറ്റോ എന്ന് പറയുന്നത് വേൾഡ് വാർ 2 ശേഷമുണ്ടായ ഒരു സംഘടനയാണ്, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. വേൾഡ് വാർ 2 ശേഷം ഈ നേറ്റോ മെമ്പേഴ്സിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയന്റെ വളർച്ച തടയുക, സോവിയറ്റ് യൂണിയൻ ഇങ്ങോട്ട് യൂറോപ്പിലേക്ക് നടത്തുന്ന ഇൻഫ്ലുവൻസിനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു നേറ്റോയുടെ ലക്ഷ്യം. മനസ്സിലായി? അപ്പം അതായത് ഇറ്റ് ഈസ് എന്താ പറയുക, ആന്റി റഷ്യ സ്റ്റാൻഡുള്ള ഒരു ഓർഗനൈസേഷനാണ് നേറ്റോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യ അവരുടെ 7 അയലത്തേക്ക് ഈ പറയുന്ന നേറ്റോയെ അടുപ്പിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. സോ അർമീനിയയും നമുക്ക് അങ്ങനെ എലിമിനേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓപ്ഷൻ സിയും നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഓൾറെഡി എയും സിയും പോയി കഴിഞ്ഞു. ലാസ്റ്റ് വൺ നോക്കൂ, US, UK, ഡെൻമാർക്ക് ആൻഡ് ലൈബീരിയ. അഗെയിൻ ലൈബീരിയ ഇസ് എൻ ആഫ്രിക്കൻ കൺട്രി. കണ്ടോ? അതായത് യൂറോപ്യൻ നോർത്ത് അമേരിക്കൻ നേഷൻസ് മാത്രമാണ് നേറ്റോയുടെ മെമ്പർ എന്നുള്ള ബേസിക് നോളജ് വെച്ചിട്ട് വി ക്യാൻ സേ ദാറ്റ് ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. ഇനി അതിനകത്ത് മറ്റൊരു ആഡഡ് അഡ്വാൻറ്റേജും കൂടെ കിടപ്പുണ്ട്, സ്വീഡൻ എന്ന് പറയുന്നത്. ബിക്കോസ് സ്വീഡൻ ഈസ് ദി ലേറ്റസ്റ്റ് കൺട്രി ടു ജോയിൻ നേറ്റോ. നേറ്റോയിലേക്ക് മെമ്പർഷിപ്പ് എടുത്ത ഏറ്റവും അവസാനത്തെ രാജ്യം സ്വീഡനാണ്. അതും ന്യൂസിലുണ്ടായിരുന്നു. അപ്പം അക്കാര്യം അറിയാമെങ്കിലും നമുക്കൊരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് അവിടെ കിട്ടുകയാണ്. മനസ്സിലായില്ലേ? ഇനി നോക്കൂ, നേറ്റോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ബെൽജിയത്തിലെ ബ്രസൽസിലാണെങ്കിൽ മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സ്, അവരുടെ മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ബെൽജിയത്തിൽ തന്നെയുള്ള മോൺസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ എപ്പോഴും മനസ്സിലുണ്ടാവണം, ഇറ്റ്സ് മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ഇൻ ബ്രസൽസ്. മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സ് ബ്രസൽസിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും തരാനുള്ള സാധ്യതയുണ്ട്. എന്നാലും നമ്മളിവിടെ കൊടുത്തിരുന്ന ക്വസ്റ്റ്യൻ അത്ര സാധ്യത അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഇല്ല. എന്നാലും സ്റ്റിൽ നമ്മൾ പഠിച്ചു വെക്കുക. ഓക്കെ,
അപ്പം ഈ ടൈപ്പ് എന്ത് ഓർഗനൈസേഷൻ കണ്ടാലും ഈ ഒരു രീതിക്ക് ബേസിക് നോളജ് നമ്മൾ ഉണ്ടാക്കി വെക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ വളരെ ഹോട്ടായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം. ജിനി ഇൻഡെക്സ് പ്രകാരം, ലേറ്റസ്റ്റ് ജിനി ഇൻഡെക്സ് പ്രകാരം ഇന്ത്യ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തേക്ക് നോക്കൂ. ലേറ്റസ്റ്റ് ജിനി ഇൻഡെക്സ്, ഇന്ത്യ ഈസ് മോർ ഈക്വൽ ദാൻ എവറി G7 ആൻഡ് G20 കൺട്രി. എല്ലാ G7 G20 കൺട്രിയെക്കാട്ടിലും ഇന്ത്യ മോർ ഈക്വൽ ആണ് എന്ന് പറയുന്നു. ഇവിടെ എവരി എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ്ട്രീം കീവേഡ് ആണല്ലേ. നോർമലി എക്സ്ട്രീം കീവേഡ്സ് വരുമ്പോൾ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിനെ തെറ്റാണ് എന്നുള്ള ധാരണയിലാണ് എടുക്കാറ്. പക്ഷേ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒരു യുണീക്ക് കറണ്ട് അഫെയറാ. അതായത് നമ്മുടെ ലോജിക്കിന് ഒപ്പോസ് ചെയ്യുന്ന തരത്തിലൊരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ശ്രദ്ധിച്ചു വെക്കണം. നമ്മുടെ ലോജിക്കലി എന്താ? ഇന്ത്യയിൽ വലിയ ഇക്വാളിറ്റി ഒന്നും ഇല്ല എന്നുള്ള ഒരു കോമൺ ലോജിക്ക് നമുക്ക് എപ്പോഴും ഉണ്ട്. സോ അതിനെ ഒപ്പോസ് ചെയ്യുന്ന തരത്തിലായിരുന്നു ഈ ന്യൂസ് വന്നിരുന്നത്. ബിക്കോസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. അതൊരു ഹെഡ്ലൈൻ ന്യൂസ് തന്നെ. അതിൽ പറയുന്നു, വേൾഡ് ബാങ്കിന്റെ ലേറ്റസ്റ്റ് ജിനി ഇൻഡെക്സ് പ്രകാരം പറയുന്നു, ഇന്ത്യയിൽ ഇക്വാളിറ്റി വളരെ കൂടുതലാണ്. ഈ വളരെ കൂടുതലാണ് എന്ന് പറയുമ്പോൾ ചുമ്മാതല്ല പറയുന്നത്. ഇന്ത്യ 4th പ്ലേസിൽ, അറിയാവോ? അതായത് ഇന്ത്യക്കാളും മുകളിൽ ഇക്വാളിറ്റി ഉള്ള 3 രാജ്യങ്ങളേ ഉള്ളൂ. ഇന്ത്യ 4th പ്ലേസിലാണ് നിൽക്കുന്നത്. That means India is ahead of every G7 and every G20 country. So first statement is true. First statement ഒരു current affair headline ആയിരുന്നു. That is true. പക്ഷെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോൾ അവിടെ അങ്ങനെയല്ല. അവിടെ കോർ കോൺസെപ്റ്റ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ കറണ്ട് അഫെയർ ആണെങ്കിൽ ഇവിടെ എന്താണ്? ഇവിടെ കോറായിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. And what is that concept? It is Lorentz curve. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ഇൻ ഇന്ത്യസ് കേസ് ദി ഏരിയ എൻക്ലോസ്ഡ് ബൈ ലോറൻസ് കർവ് ആൻഡ് ദി ലൈൻ ഓഫ് ഇക്വാലിറ്റി ഈസ് സ്മോളർ വെൻ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് G7 ആൻഡ് G20 കൺട്രീസ്. അതായത് ലോറൻസ് കർവിനും ലൈൻ ഓഫ് ഇക്വാലിറ്റിക്കും ഇടയിലുള്ള ഏരിയ ഇന്ത്യയുടെ കേസിൽ കുറവാണ്. അത് നമുക്ക് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് എടുക്കണമെങ്കിൽ വാട്ട് ഈസ് ലോറൻസ് കർവ് എന്നുള്ള ബേസിക് ഐഡിയ നമുക്കുണ്ടായിരിക്കണം. നോക്കൂ, ദിസ് ഈസ് ലോറൻസ് കർവ്. കണ്ടോ ലോറൻസ് കർവ്? അതിനകത്ത് ലൈൻ ഓഫ് ഇക്വാളിറ്റി കിടക്കുന്നുണ്ടോ? ലൈൻ ഓഫ് ഇക്വാലിറ്റി ആയിട്ട് 45 ഡിഗ്രി. ഇതാണ് ലൈൻ ഓഫ് ഇക്വാലിറ്റി. അപ്പം ചോദ്യത്തിൽ പറയുന്നത് ഈ ലൈനിനും ഈ ലോറൻസ് കർവ്, ഈ കർവിനും ഇടയിലുള്ള ഏരിയ ഇന്ത്യയുടെ കേസിൽ കുറവാണ് എന്ന് പറയുന്നു. അതായത് ഈ ഒരു ഏരിയ നിങ്ങൾ നോക്കൂ, ഈ ഒരു ഏരിയ ബേസിക്കലി ഈ ഏരിയ കുറയും തോറും എന്ത് പറ്റും? ഈ ഏരിയ ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു കർവ് വരയ്ക്കാം. ഇവിടെ പുതിയൊരു കർവ് ഇങ്ങനെ വരയ്ക്കുകയാണെന്ന് കരുതുക. ഓക്കെ, അതായത് ഈ ഏരിയ ഉണ്ടോ? ഇത് കുറവാണ് കമ്പയർഡ് ടു ദിസ് വൺ. അപ്പം എന്ത് പറ്റും? കർവ് ലൈൻ ഓഫ് ഇക്വാളിറ്റിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ കർവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ കർവ് ലൈൻ ഓഫ് ഇക്വാലിറ്റിയുമായിട്ട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് മീൻസ് ആ കർവ് ഏത് രാജ്യത്തിൻ്റെ ആണോ ആ രാജ്യത്ത് ഇക്വാളിറ്റി കൂടുതലായിരിക്കും. അതായത് ഈ ഏരിയ കുറവാണെങ്കിൽ കൂടുതലായിരിക്കും ഇക്വാളിറ്റി. ബിക്കോസ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ക്ലോസർ ടു ലൈൻ ഓഫ് ഇക്വാലിറ്റി. ലൈൻ ഓഫ് ഇക്വാലിറ്റിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ കർവ്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെ ഇക്വാലിറ്റി കൂടുതലായിരിക്കും, ഇവിടെ ഇക്വാലിറ്റി കുറവായിരിക്കും. അപ്പോൾ ഇന്ത്യയുടെ കേസ് നോക്കിക്കേ. ഇന്ത്യ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു ഇന്ത്യയിൽ ഇക്വാളിറ്റി കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കത്തില്ലേ ഇന്ത്യയുടെ കർവ്? G7 G20 കൺട്രീസിന്റെ കർവ് ഇതായിരിക്കത്തില്ലേ? അപ്പൊ ഏരിയ കുറവായിരിക്കുമല്ലോ ഇന്ത്യയുടെ കേസിൽ. സോ സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഓൾസോ ട്രൂ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1ഉം ശരിയാണ്, 2ഉം ശരിയാണ് എന്ന് മാത്രമല്ല 2 ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ സ്റ്റേറ്റ്മെന്റ് 1. സ്റ്റേറ്റ്മെന്റ് 1ന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് 2ൽ കൊടുത്തിരിക്കുന്നതും. എന്തുകൊണ്ട് ഇന്ത്യ ഈക്വൽ ആവുന്നു എന്ന് പറയുന്നത് ഈ ലോറൻസ് കർവിന്റെ അടിസ്ഥാനത്തിലാണ്. ലോറൻസ് കർവിന്റെ ഏരിയ ഇന്ത്യയുടെ കേസിൽ കുറവാണ്, അതുകൊണ്ട് ഇന്ത്യയിൽ ഇക്വാളിറ്റി കൂടുതലാണ്. അതാണ് സ്റ്റേറ്റ്മെന്റ് 1ൽ പറഞ്ഞിരിക്കുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ട്രൂ ആൻഡ് 2 ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ 1. ഈ കോർ കോൺസെപ്റ്റ് ലോറൻസ് കർവ് എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമാണ്. പക്ഷെ അതിനെ ഓർമ്മയിൽ എടുത്തു വെച്ച് അതിനെ അപ്ലൈ ചെയ്യാനുള്ള ഒരു മൈൻഡ് നമുക്ക് എക്സാം ഹാളിൽ കിട്ടുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ രീതിക്ക് കറണ്ട് അഫെയറിനെയും കോർ കോൺസെപ്റ്റിനെയും ചേർത്ത് എക്കണോമിയിൽ നിന്നും പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ.
നാഷണൽ മൊബൈൽ മോണിറ്ററിംഗ് സിസ്റ്റം ആപ്പ് ഈസ് ഡെവലപ്ഡ് ഫോർ വാട്ട് പർപ്പസ്? ഇത് മറ്റൊരു രീതിയിലുള്ള ചോദ്യമാണ്. അതായത് തെറ്റിച്ച് ഗസ് ചെയ്യിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു 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 ടോപ്പിക്കാണ് നാഷണൽ മൊബൈൽ മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മളെ തെറ്റായ ദിശയിലേക്ക് നയിക്കാനുള്ള സാധ്യത കൂടുതൽ കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഇതും പ്രിലിംസിൽ ഫ്രീക്വൻ്റ്ലി വരാറുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് കരുതിയാൽ ഇത് ഹെഡ്ലൈനിലുള്ള ഒരു സാധനമല്ല. ഹെഡ്ലൈനിൽ ഈ പറയുന്ന കാര്യം എങ്ങും പരാമർശിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും പറയും, ഹെഡ്ലൈനിനുള്ളിലല്ല ന്യൂസ് ഇരിക്കുന്നത്, ഹെഡ്ലൈൻ അകത്തേക്ക് കയറി വായിക്കണം. ഹെഡ്ലൈനിലല്ല നമ്മുടെ ക്വസ്റ്റ്യൻ ഇരിക്കുന്നത്, ഹെഡ്ലൈൻ അകത്തേക്ക്, അതായത് ന്യൂസ് മെറ്റീരിയലിനകത്തേക്ക് വായിക്കുമ്പോൾ അവിടെ ആയിരിക്കും നമ്മുടെ കറണ്ട് അഫെയർ ഒളിഞ്ഞിരിക്കുക. അങ്ങനെ ന്യൂസിൽ ഒളിഞ്ഞിരുന്ന ഒരു കാര്യമാണ് നാഷണൽ മൊബൈൽ മോണിറ്ററിംഗ് ആപ്പ്. ഇവിടെ നമ്മളെ തെറ്റിക്കാനായിട്ട് നോക്കിക്കേ. സെക്കൻഡ് വൺ നോക്കുക. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് അബൌട്ട് ക്യാപ്ചറിംഗ് ദി അറ്റൻഡൻസ് അണ്ടർ MGNREGA, അതായത് തൊഴിലുറപ്പ് പദ്ധതിയിൽ അറ്റൻഡൻസ് എടുക്കാനാണ് ഈ ആപ്പ് എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത്. സെക്കൻഡ് ഓപ്ഷൻ അങ്ങനെയല്ല, ഫോർ രജിസ്റ്ററിംഗ് കംപ്ലൈൻറ്റ്സ് റിഗാർഡിംഗ് സൈബർ ക്രൈംസ് എസ്പെഷ്യലി ഡിജിറ്റൽ അറസ്റ്റ്. കണ്ടോ, ഒരു റീസെന്റ് ഹോട്ട് ടോപ്പിക്കാണ് ഡിജിറ്റൽ അറസ്റ്റ്. നമ്മുടെ മൈൻഡ് അങ്ങോട്ട് വലിക്കാനുള്ള സാധ്യതയുണ്ട്. സി ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ആസ് എൻ എനേബിളിംഗ് ഫ്രെയിംവർക്ക് ഫോർ എൻഹാൻസിംഗ് മൾട്ടി ലെയർഡ് സെക്യൂരിറ്റി സിസ്റ്റം ഓഫ് UPIയും ഹോട്ട് ടോപ്പിക്കാണ്. മൾട്ടിപ്പിൾ ടൈംസ് UPSC പ്രിലിംസിൽ ചോദ്യം ചോദിച്ചിട്ടുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ട് അങ്ങോട്ടും നമ്മുടെ ശ്രദ്ധ വലിക്കാം. ഇനി മൂന്നാമത്തെ നോക്കിയോ, ടു ട്രാക്ക് ഇന്റർനെറ്റ് പെനട്രേഷൻ ഇൻ ഇന്ത്യ ബൈ അനലൈസിങ് ഹാൻഡ് ഹെൽഡ് ഡിവൈസസ്. ഇവിടെ കമ്പാരിറ്റീവ്ലി ഡിജിറ്റൽ അറസ്റ്റ് UPIയും വെച്ച് നോക്കുമ്പോൾ ഇതൊരു കമ്പാരിറ്റീവ്ലി ലീസ്റ്റ് പ്രോബബിലിറ്റി ഉള്ള ഒരു ഓപ്ഷനാണ്. ആൻഡ് ഓപ്ഷൻ എ നമ്മൾ ഒരു കാരണവശാലും മൈൻഡ് ചെയ്യാനും പോകുന്നില്ല. പക്ഷേ ഇവിടുത്തെ യാഥാർത്ഥ്യം എന്താണെന്ന് കരുതിയാൽ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത് യാതൊരുവിധ തരത്തിലും ഗസ് ചെയ്യാൻ നമുക്ക് ഒക്കില്ല. ഇത് നമ്മൾ ഗസ് ചെയ്യേണ്ട ഒരു കാര്യവുമല്ല. ബിക്കോസ് സബ്ജക്റ്റ് ഈസ് റിലേറ്റഡ് ടു റൂറൽ ഡെവലപ്മെന്റ് പ്ലസ് ഡിജിറ്റൽ ഇന്ത്യ. റൂറൽ ഡെവലപ്മെന്റും ഡിജിറ്റൽ ഇന്ത്യയും മിക്സ് ചെയ്ത് വരുന്ന ഒരു ടോപ്പിക്ക് ഒരു UPSC ആസ്പിറന്റ് മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കൂ. ഈ ആപ്പ് ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കൂ. അതായത് തൊഴിലുറപ്പിന് വരുമ്പോൾ രാവിലെ തൊഴിലുറപ്പിന് വരുന്ന ആളുകളെ നിരത്തി നിർത്തിക്കൊണ്ട് എവിടെയാണോ ഇന്നത്തെ വർക്ക് നടക്കുന്നത് ആ ഏരിയയിൽ ഇവരെ നിരത്തി നിർത്തിക്കൊണ്ട് ആ പ്രോഗ്രാം മോണിറ്റർ ചെയ്യാൻ വരുന്ന വ്യക്തി ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുത്തിട്ട് ഈ ആപ്പിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കും. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് ജിയോ ടാഗും ചെയ്യും, അതിലൊരു ടൈം സ്റ്റാമ്പും ഉണ്ടാവും. അതായത് ഈ ഫോട്ടോഗ്രാഫ് എടുത്ത കോർഡിനേറ്റ്സ്, ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ആ കോർഡിനേറ്റ്സ് ആപ്പിൽ കൊടുക്കും. കൂടാതെ ഏത് സമയത്താണ് എടുത്തെന്നുള്ള ടൈം സ്റ്റാമ്പും ഫോട്ടോഗ്രാഫിൽ കാണും. ഇതേ പ്രോസസ്സ് ഉച്ച കഴിഞ്ഞിട്ടും ചെയ്യും, അതായത് വൈകുന്നേരവും ചെയ്യും. അപ്പം 2 നേരം MGNREGA പ്രകാരം, അതായത് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം അറ്റൻഡൻസ് എടുക്കും. എന്നിട്ടാണ് അറ്റൻഡൻസ് പൂർത്തിയാക്കിയിട്ടുള്ളവർക്കാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുക. പക്ഷെ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ന്യൂസിൻ്റെ ഹെഡ്ലൈൻ ഇങ്ങനെയായിരുന്നു: സെൻട്രൽ ഗവൺമെൻറ് എല്ലാ സ്റ്റേറ്റ്സിനും ഒരു ഡയറക്ഷൻ കൊടുത്തു. എന്ത്? അതാത് സംസ്ഥാനത്ത് നടക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടുതൽ അറ്റൻഡൻസ് മോണിറ്റർ ചെയ്യണം. സ്ട്രിക്റ്റർ മോണിറ്ററിങ് ഉണ്ടാവണം അറ്റൻഡൻസിൻ്റെ കാര്യത്തിൽ. കാരണം ഈ ആപ്പിൻ്റെ ലൂപ്പ് ഹോൾസ് യൂസ് ചെയ്തിട്ട് കുറച്ച് വേണ്ടാത്ത അല്ലെ കള്ളത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ഫോട്ടോഗ്രാഫ് എടുക്കുമ്പോൾ എല്ലാവരും ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇവർ പിരിഞ്ഞു പോകും. ഇവരവിടെ പണിയൊന്നും ചെയ്യുന്നുണ്ടാവില്ല, പല സ്ഥലത്തും പിരിഞ്ഞു പോയിട്ട് വൈകുന്നേരം ഈ മോണിറ്റർ ചെയ്യാൻ വരുന്ന ആൾ റാൻഡമായിട്ട് അയാളുടെ കയ്യിൽ പഴയ ഇരുന്ന് ഏതെങ്കിലും ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കും. അപ്പം അങ്ങനെ രാവിലത്തെയും വൈകിട്ടത്തെ ഫോട്ടോഗ്രാഫ്സ് അനാലിസിസ് നടത്തിയപ്പോഴാണ് പല സ്ഥലത്തും മനസ്സിലാവുന്നത് എന്താണ്, രാവിലെ വന്ന ആളുകളിൽ പലരും വൈകിട്ടത്തെ ഫോട്ടോഗ്രാഫിലില്ല. അങ്ങനെ ചെക്ക് ചെയ്ത് വന്നപ്പോഴാണ് അവർക്ക് ആ ലൂപ്പ് ഹോൾ മനസ്സിലായത്. അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് വന്നപ്പോൾ ഇതിനകത്ത് ഇങ്ങനത്തെ കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ട് കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു ഡയറക്ഷൻ കൊടുത്തു. ഗ്രാമപഞ്ചായത്ത് ലെവലിൽ 100% അറ്റൻഡൻസ് മോണിറ്റർ ചെയ്തിരിക്കണം. ബ്ലോക്ക് ലെവലിൽ കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി ചെറിയൊരു സാമ്പിൾ എടുത്ത് വെച്ച് മോണിറ്റർ ചെയ്യണം. ഡിസ്ട്രിക്ട് ലെവലിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ചെറിയൊരു സാമ്പിൾ എടുത്ത് വെച്ചിട്ട് മോണിറ്റർ ചെയ്യണം. അതായത് സ്ട്രിക്റ്റർ മോണിറ്ററിങ് ലോക്കൽ ഗവർണൻസ് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും ഉണ്ടായിരിക്കണം എന്നുള്ള നിർദ്ദേശം കൊടുത്തു എന്നാണ് ന്യൂസ് വരുന്നത്. അതിനുള്ളിലേക്ക് വായിച്ച് ചെല്ലുമ്പോഴേ ഈ മൊബൈൽ മോണിറ്ററിംഗ് സിസ്റ്റത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിവുണ്ടാവത്തുള്ളൂ. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ. ഇതും നേരത്തെ പറഞ്ഞ പോലെ കാണാം, ഹെഡ്ലൈനിലല്ല ഈ സാധനം ഇരിക്കുന്നത്. ഇറ്റ് ഈസ് അബൌട്ട്, ദി ഹെഡ്ലൈൻ വാസ് അബൌട്ട് GM Maize.
അതായത് പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഒരു ടെസ്റ്റ് റിസർച്ചിന്റെ പർപ്പസിനായിട്ട് ഒരു ടെസ്റ്റ് ട്രയൽ കൾട്ടിവേഷൻ GMIസിനെ നടത്താനായിട്ട് അനുമതി കൊടുത്തു. സോ ഫാർമർ പ്രൊട്ടസ്റ്റ് ഉണ്ടായി. അപ്പോൾ ആ ഫാർമർ പ്രൊട്ടസ്റ്റ് ഉണ്ടായി എന്നാണ് ഹെഡ്ലൈൻ കിടക്കുന്നത്. യൂഷ്വലി ഫാർമർ പ്രൊട്ടസ്റ്റ് ഉണ്ടാകുന്ന ന്യൂസൊക്കെ വരുമ്പോൾ നമ്മൾ ആസ്പിറൻസ് മൈൻഡ് ചെയ്യാതെ വിടുക പതിവ്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് അതിനകത്തൊക്കെ നിങ്ങളൊന്ന് ഓടിച്ചു വായിക്കൂ. ഓടിച്ചു വായിക്കുമ്പോൾ അതിനകത്ത് വേണ്ട എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കിട്ടും. അങ്ങനെ ഫോം ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നോക്കൂ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി ഈസ് ഓർ ആർ കറക്റ്റ്? ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റിയെ കുറിച്ചിട്ടാണ് ചോദ്യം. സ്റ്റേറ്റ്മെന്റ്സ് നോക്കൂ. ഇറ്റ് അപ്രൈസസ് പ്രൊപ്പോസൽസ് റിലേറ്റിംഗ് ടു ദി റിലീസ് ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർ ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഓർഗാനിസംസ് ആൻഡ് പ്രൊഡക്ട്സ് ഇൻ ടു ദി എൻവയൺമെന്റ്. സോ ഇവിടെ അപ്രൈസൽ കമ്മിറ്റി എന്ന് കിടക്കുന്നതുകൊണ്ട് ഇവിടെ അപ്രൈസൽ ഉള്ളത് കൊണ്ടും നമുക്ക് ഇതിനെ എന്താണ് ട്രൂ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഞാൻ പറയുന്നത് ഗസ്സിന്റെ കാര്യത്തിലാണ്, ട്രൂ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ഇറ്റ് ഹാസ് പവേഴ്സ് ടു ടേക്ക് പ്യൂണിറ്റീവ് ആക്ഷൻ അണ്ടർ ദി എൻവയൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്. ഗസ് ചെയ്യുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം എൻവയൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഒരു പണിഷബിൾ ആയിട്ടുള്ള, പണിഷ് ചെയ്യാനായിട്ടുള്ള ആക്ഷൻ എടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ചിലപ്പോൾ ലോജിക്കലി ഡൗട്ട് ഉണ്ടാവും. അതവിടെ ഇരിക്കട്ടെ. തേർഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കൂ. GIAC is the designated national focal point for biosafety clearinghouse in India under the Montreal Protocol. നോർമൽ എൻവയൺമെന്റിന്റെ ബേസിക്സ് പഠിച്ചിട്ടുള്ള ഏതൊരു ആസ്പിരന്റിനും അറിയാം മോൺട്രിയോൾ പ്രോട്ടോകോൾ ഈസ് റിലേറ്റഡ് ടു ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്. അല്ലേ? മോൺട്രിയോൾ പ്രോട്ടോകോൾ എന്താ? ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസിന്റെ യൂസേജ് കുറയ്ക്കണം എന്ന് പറയുന്ന പ്രോട്ടോകോളാണ് മോൺട്രിയോൾ പ്രോട്ടോകോൾ. അതായത് ഒരു നീണ്ട നിര നമ്മളിങ്ങനെ കണക്ട് ചെയ്തപ്പോഴും പഠിക്കും. ഫോർ എക്സാമ്പിൾ ആദ്യം ക്യോട്ടോ പഠിക്കും, ക്യോട്ടോ ഗ്രീൻ ഹൗസ് ഗ്യാസസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള. അതിന് ശേഷം നമ്മൾ മോൺട്രിയോൾ പഠിക്കും, മോൺട്രിയോൾ ഈസ് റിലേറ്റഡ് ടു ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്. ദെൻ അതിന്റെ കിഗാലി അമെൻമെന്റ് പഠിക്കും. അങ്ങനെ ഒരു കൂട്ടത്തിൽ പഠിക്കുന്ന സാധനങ്ങളാണ്. സോ അത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 3 ക്യാൻ ഈസിലി ബി എലിമിനേറ്റഡ്. സ്റ്റേറ്റ്മെന്റ് 3 എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു 50-50 ചാൻസിൽ നിൽക്കുക, എ ഓർ ബി. എപ്പോഴും എനിക്ക് ആസ്പിരൻസിനോട് പറയാനുള്ളത്, ഇങ്ങനെ 50-50 ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരെണ്ണം അടിച്ചിരിക്കണം. അല്ല, അവിടെ ഒരു 4 എണ്ണത്തിൽ നിന്നും 2 എണ്ണം നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പ്രോബബിലിറ്റി അവിടെ കൂടുതലാണ്. അങ്ങനെയുള്ള കേസസിൽ നിങ്ങൾ അവിടെ റിസ്ക് എടുക്കാതെ പോകരുത്. അവിടെ റിസ്ക് എടുക്കണം, നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം അടിക്കണം. അതായത് 4 എണ്ണത്തിൽ നിന്നും ഒരെണ്ണം അടിക്കുന്നതിലും ഭേദമല്ലേ 2 എണ്ണത്തിൽ നിന്നും ഒരെണ്ണം അടിക്കുന്നത്. സോ അവിടെ റിസ്ക് എടുക്കാൻ റെഡി ആവണം. ഇനി നോക്കൂ, അതൊരു ഫാക്റ്റാണ്. സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഓൾസോ ട്രൂ ബിക്കോസ് എൻവയൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം പ്യൂണിറ്റീവ് ആക്ഷൻ, അതായത് പണിഷ് ചെയ്യാനുള്ള പവറും ആർക്കുണ്ട്? ജിയാക്കിനുണ്ട്. എങ്ങനെ പണിഷ് ചെയ്യും, അല്ലെങ്കിൽ എന്തിനു പണിഷ് ചെയ്യും? അതായത് എൻവയൺമെന്റിനെ ഹാം ചെയ്യുന്ന രീതിയിലേക്ക് ആരെങ്കിലും ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസിനെ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻവയൺമെന്റിനെ ഹാം ചെയ്യുന്ന രീതിയിൽ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ അവരെ പണിഷ് ചെയ്യാനായിട്ടുള്ള ആക്ഷൻസ് എടുക്കാനുള്ള പവർ ജിയാക്കിനുണ്ട്. സോ സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ട്രൂ ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. അപ്പം ജിയാക്കിനെ കുറിച്ച് അറിയാത്തവര് ഇപ്പൊ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നു. ഇനി എവിടെ ജിയാക്കിനെ കുറിച്ചും ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിനെ കുറിച്ചും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നേ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് നോക്കണ്ടേ എന്തുകൊണ്ട് ഓപ്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 3 തെറ്റിയെന്ന് നോക്കണ്ടേ. നമ്മൾ പഠിച്ചു മോൺട്രിയോൾ പ്രോട്ടോകോൾ അല്ല എന്ന് പഠിച്ചു. അതായത് ഈ പാർട്ട് ഇവിടം വരെ ഈ പാർട്ട് ട്രൂ ആണ്. ബിക്കോസ് ജിയാക് ഇസ് ദി ഡെസിഗ്നേറ്റഡ് നാഷണൽ ഫോക്കൽ പോയിന്റ് ഫോർ ബയോസേഫ്റ്റി ക്ലിയറിംഗ് ഹൗസ് ഇൻ ഇന്ത്യ. But it is under another protocol, and that protocol is Cartagena Protocol. ഏത് പ്രോട്ടോകോൾ പ്രകാരമാണ് ജിയാക്കിനെ അങ്ങനെ ഡെസിഗ്നേറ്റ് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അണ്ടർ കാർത്തഹെന പ്രോട്ടോകോൾ. കാർത്തജേന എന്നൊക്കെ പറഞ്ഞ് പലരും അതിനെ വിളിക്കാറുണ്ട്. ഇറ്റ് ഷുഡ് ബി പ്രൊനൗൺസ്ഡ് ആസ് കാർത്തഹേന ബിക്കോസ് ദിസ് പ്ലേസ് ഈസ് ഇൻ കൊളംബിയ. കൊളംബിയയിലുള്ള സ്ഥലമാണ്, അതുകൊണ്ട് അതിനെ കാർത്തഹേന എന്നാ വിളിക്കുക. സോ ഇറ്റ് ഈസ് കാർത്തഹേന പ്രോട്ടോകോൾ ഓൺ ബയോസേഫ്റ്റി. അതെന്താണെന്ന് നോക്കൂ. ഇറ്റ് ഈസ് എ ട്രീറ്റി ദാറ്റ് എയിംസ് ടു പ്രൊട്ടക്ട് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഫ്രം പൊട്ടൻഷ്യൽ റിസ്ക് പോസ്ഡ് ബൈ ദി ട്രാൻസ്ബൗണ്ടറി മൂവ്മെന്റ് ഓഫ് ലിവിംഗ് മോഡിഫൈഡ് ഓർഗാനിസംസ്. അതായത് ലിവിംഗ് മോഡിഫൈഡ് ഓർഗാനിസത്തിന്റെ ട്രാൻസ്ബൗണ്ടറി മൂവ്മെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾ ആണ് എന്ത്?
കാർത്തഹേന പ്രോട്ടോകോൾ. ഇനി അത് മറന്നു പോകരുത്. ലിവിങ് മോഡിഫൈഡ് ഓർഗാനിസത്തിന്റെ ട്രാൻസ്ബൗണ്ടറി മൂവ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോട്ടോകോളാണ് കാർത്തഹേന പ്രോട്ടോകോൾ. കാർത്തഹേന പഠിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് മറ്റൊന്നും കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ വളരെ നല്ലതായിരിക്കും. ഇറ്റ് ഈസ് നഗോയ പ്രോട്ടോകോൾ. ഓക്കെ, നഗോയ പ്രോട്ടോകോളും ഈ കൂട്ടത്തിൽ പഠിച്ചു വെച്ചാൽ വളരെ നല്ല. കാരണം നമ്മൾ ഓരോന്നും ഓരോ സെറ്റായിട്ടാണ് പഠിച്ചു വെക്കുന്നത്. അപ്പൊ അതുപോലെ കാർത്തഹേന പഠിക്കുമ്പോൾ കൂട്ടത്തിൽ നഗോയയും പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ഇത് തെറ്റിക്കത്തില്ല എന്ന് വിശ്വസിക്കുന്നു. മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടന്റും ഹോട്ടായിട്ടുമുള്ള ഒരു ടോപ്പിക്കാണ് കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് റിസോഴ്സ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ബിക്കോസ് UPSCയെ സംബന്ധിച്ചിടത്തോളം എൻവയോൺമെന്റ് ഗവേണൻസ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വന്നാൽ അവർ ഉറപ്പായിട്ടും ചോദ്യം ചോദിക്കും. എൻവയോൺമെന്റും ഗവേണൻസും റിലേറ്റ് ചെയ്ത് ഒരു സബ്ജക്റ്റ്, ഒരു ടോപ്പിക്ക് നമുക്ക് ന്യൂസിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും 99% ചാൻസ് ഈ ഒരു ഏരിയയിൽ നിന്നും ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇനി അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കണം. എൻവയോൺമെന്റ് ഗവേണൻസ് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ന്യൂസ് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നോക്കൂ ക്വസ്റ്റ്യൻ. വിത്ത് റെഫറൻസ് ടു കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് റിസോഴ്സ് റൈറ്റ്സ് ഇൻ ഇന്ത്യ കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദീസ് റൈറ്റ്സ് ആർ എക്സ്ക്ലൂസീവ്ലി ഗ്രാൻഡഡ് അണ്ടർ ദി പ്രൊവിഷൻസ് ഓഫ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. അപ്പം ഈ CFR റൈറ്റ്സ് കൊടുക്കുന്നത് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് പ്രകാരമാണ്. ലോജിക്കലി ഗസ് ചെയ്യാനൊന്നുമില്ല, ഫാക്ട് അറിയാമെങ്കിൽ മാത്രമേ ചെയ്യാനൊക്കത്തുള്ളൂ. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിലോട്ട് പോകൂ. ഗ്രാമസഭ ഈസ് ദി പ്രൈമറി അതോറിറ്റി ടു ഇനീഷ്യേറ്റ് ദി പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ദി നേച്ചർ ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് CFR റൈറ്റ്സ്. CFR റൈറ്റിന്റെ നേച്ചറും എക്സ്റ്റെന്റും തീരുമാനിക്കുന്ന പ്രോസസ്സിന് തുടക്കം കുറിക്കുന്നത് ഗ്രാമസഭയാണ്. എഗെയിൻ ഗസ് ചെയ്യാനോട് ഒരു സ്കോപ്പും ഇല്ല, ഇറ്റ്സ് എ ഫാക്ട്. തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുക. വൺസ് CFR റൈറ്റ്സ് ആർ റെക്കഗ്നൈസ്ഡ്, കമ്മ്യൂണിറ്റി ഹാസ് ദി റൈറ്റ് ടു സെൽ ദി ഫോറസ്റ്റ് ലാൻഡ് ടു പ്രൈവറ്റ് എൻറ്റിറ്റീസ് ഫോർ കൊമേഴ്ഷ്യൽ പർപ്പസ്. അവിടെ ലോജിക്കലി നമുക്കത് വർക്ക് ചെയ്യാം. നമുക്കറിയാം പൊതുവെ ഇന്ത്യയിൽ ഫോറസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ലാൻഡ് കമേഴ്ഷ്യൽ പർപ്പസിനായിട്ട് സെല്ല് ചെയ്യുന്നതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പലപ്പോഴും നടക്കാറില്ല. ആ ഒരു ലോജിക്ക് യൂസ് ചെയ്ത് നിങ്ങൾ ഇവിടെ നോക്കൂ. ഇവിടെ പറയുന്നത് എന്താ? CFR റൈറ്റ്സ് ആർക്കെങ്കിലും ഒരു കമ്മ്യൂണിറ്റിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കമ്മ്യൂണിറ്റിക്ക് ആ ലാൻഡ്, ഫോറസ്റ്റ് ലാൻഡ് ആലോചിക്കണം, ഫോറസ്റ്റ് ലാൻഡ് കൊമേഴ്ഷ്യൽ പർപ്പസിനായിട്ട് സെല്ല് ചെയ്യാം പ്രൈവറ്റ് പാർട്ടീസിന് എന്ന് പറയുന്ന സാധനം തെറ്റാണ് എന്ന് ഞാൻ ലോജിക്കലി എടുക്കുകയാണ്. അത് തെറ്റാണ്, എൻ്റെ ലോജിക്കിന് നിരക്കാത്ത കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഓപ്ഷൻ A എലിമിനേറ്റ് ചെയ്യാൻ പറ്റി, ഓപ്ഷൻ C എലിമിനേറ്റ് ചെയ്യാൻ പറ്റി, ഓപ്ഷൻ D എലിമിനേറ്റ് ചെയ്യാൻ പറ്റി. കണ്ടോ, ഓപ്ഷൻ എലിമിനേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2025 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ ഓപ്ഷൻ എലിമിനേഷനിൽ കൂടെ ഒറ്റ സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്താൽ ആൻസർ കിട്ടുന്ന രീതിയിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. സോ ഇവിടെ നോക്കൂ, ഇവിടെ ഇപ്പം നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഓപ്ഷൻ B 2 only, അതായത് 1ഉം തെറ്റാണ് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്തുകൊണ്ട് 1 തെറ്റി എന്ന് നമുക്ക് നോക്കാം. 1 തെറ്റാനുള്ള റീസൺ, ഈ റൈറ്റ്സ് കൊടുക്കുന്നത് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് പ്രകാരമല്ല, മറിച്ച് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് ആണ്. ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് ഓഫ് 2006, അതായത് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് ഓഫ് 2006 പ്രകാരമാണ് CFR റൈറ്റ്സ് ഇന്ത്യയിൽ കൊടുക്കുന്നത്. ആൻഡ് ഗ്രാമസഭയാണ് ഈ പ്രോസസ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വെക്കണം. ഞാൻ പറഞ്ഞ എൻവയോൺമെന്റ് ഗവേണൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിൽ ഇൻഡെപ്തിലേക്ക് പോയി അതിന്റെ ആക്ടിനെ കുറിച്ച് കൂടുതൽ അറിയുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇങ്ങനത്തെ ടോപ്പിക്സ് ഒരിക്കലും വിട്ടുകളയരുത്.